കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജ് അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷിക്കുകയാണ്. 60 വർഷം സെൻറ് ഡൊമിനിക്സ് കോളേജ് സ്ഥാപിതമായതിൻ്റെ ആഘോഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന കാണാനായിട്ട് ഇടവന്നത്. കാഞ്ഞിരപ്പള്ളി കോളേജിൻ്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള ചില പ്രസ്താവനകളാണ് കാണാനായിട്ട് ഇടവന്നിട്ടുള്ളത്. വളരെ ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില പ്രസ്താവനകളാണ്. നമ്മളതിന് പ്രതികരിക്കേണ്ട വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ പറയാതിരുന്നാൽ അത് ചിലപ്പോൾ പറയുന്ന അബദ്ധ ചരിത്രം പലർക്കും അത് ഒരു താങ്ങായി മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളത് കോളേജിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കത്തീഡ്രലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. അത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കത്തീഡ്രലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേകം സ്മരണീയമായ ഒരു വർഷമാണ്. കാരണം 1825 സെൻറ് ഡൊമിനിക്സ് ഫൊറോന പള്ളി സ്ഥാപിതമായത്. അത് അതിൻ്റെ 200ാമത്തെ വർഷത്തിൻ്റെ ആഘോഷത്തിലാണ്. അപ്പോൾ 2 ആഘോഷമാണ്. നമ്മളുടെ കത്തീഡ്രൽ പള്ളി, ഇന്നുള്ള കത്തീഡ്രൽ പള്ളി, പഴയ ഫൊറോന പള്ളി, അത് 200 വർഷം പൂർത്തിയാകും. സെൻറ് ഡൊമിനിക്സ് കോളേജ് 60 വർഷം പൂർത്തിയായിരുന്നു. ആ പള്ളിക്ക് ധാരാളം ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു നേരത്തെ മുതൽ തന്നെ. അങ്ങനെ പള്ളിക്ക് വിശ്വാസികൾ കൊടുത്ത ഭൂസ്വത്ത് പൊടിമറ്റത്ത് 48 ഏക്കർ ഭൂമി ഈ പൊടിമറ്റത്തുണ്ട്. അതിൽ 25 ഏക്കർ ഭൂമി സെൻറ് ഡൊമിനിക്സ് കോളേജ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ നൽകുകയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഈ കാഞ്ഞിരപ്പള്ളി പ്രദേശം വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഏക വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നത് ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ കോട്ടയത്താണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ്. അന്നും പ്രധാനപ്പെട്ട ഒരു വഴിമാർഗമായിരുന്നു കുമളിയിലേക്കുള്ള വഴി. അപ്പോൾ ചങ്ങനാശ്ശേരി, കോട്ടയം മുതൽ കുമളി വരെയുള്ള വഴിയിൽ മറ്റൊരു കോളേജുമില്ല. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് യാതൊരുവിധ സാധ്യതകളും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളി ഇടവക ജനങ്ങൾ ഇവിടെ ഒരു കോളേജ് ഉണ്ടാകണമെന്നുള്ള വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ 1964 ബ്രിട്ടീഷുകാരൊക്കെ പോയതിന് ശേഷം വളരെ കാലം ശേഷമാണ് ഈ ഒരു കോളേജിനെ കുറിച്ച് ചിന്തിക്കുന്നത്. 1964 ഇങ്ങനൊരു കോളേജ് ഉണ്ടാകും. ആ കോളേജ് എവിടെയാണ് സ്ഥാപിക്കേണ്ടതിനെക്കുറിച്ച് ആലോചന വന്നപ്പോൾ ഈ പൊടിമറ്റത്തുള്ള 25 ഏക്കർ ഭൂമി കൊടുക്കാം എന്നുള്ള ഒരു ആലോചന ഉണ്ടായി. അങ്ങനെ പൊതുയോഗം അവിടെ ഒന്നിച്ചുകൂടി 1964 മാർച്ച് മാസം 8-ാം തീയതിയാണ് കാഞ്ഞിരപ്പള്ളി പള്ളിയിൽ ഒരു പൊതുയോഗം ഉണ്ടായത്. അവരാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്, ഇവിടെ ഒരു കോളേജ് സ്ഥാപിക്കാം. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിശാല ഏരിയയിലൊന്നും മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. ഇന്ന് ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഈ വിശാലമായ ഏരിയയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ലാതിരുന്നു എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവർ കോളേജ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഈ പൊടിമറ്റത്തെ സ്ഥലം അതിനുവേണ്ടി പൊതുയോഗം കൊടുക്കാൻ വേണ്ടി പൊതുയോഗം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ആ ഒരു സ്ഥലം വിശ്വാസികൾ അതിനു മുമ്പ് തന്നൊരു സ്ഥലമാണ് ഇത് തന്നിരിക്കുന്നത്. ഏതാണ്ട് ഇവിടുത്തെ പട്ടയം എന്ന് പറയുന്നത് ഏതാണ്ട് 125 വർഷത്തോളം മുമ്പുള്ള പട്ടയമാണ്. ദിവാനായിരുന്ന ഈ രാജഗോപാലാചാരി ഉണ്ടായിരുന്ന കാലത്ത് പതിച്ചു നൽകിയിരിക്കുന്ന പട്ടയമാണ് നമ്മുടെ കോളേജ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പട്ടയം. അപ്പോൾ ആ ഒരു പട്ടയ ഭൂമിയാണ് അത്. ഏതാണ്ട് 100 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള സർക്കാർ നമ്മൾ പതിച്ചു തന്നിട്ടുള്ള, ദിവാൻ പതിച്ചു തന്നിട്ടുള്ള ഈ ഭൂമിയിൽ തന്നെയാണ് ഈ ഒരു കോളേജ് സ്ഥാപിക്കാനായിട്ട് ഇടവന്നത്. അത് മുമ്പ് തന്നെ ഇവിടെയുള്ള വിശ്വാസികൾ, കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിൻ്റെ പൂപ്പള്ളിയിലും സ്ഥലമുണ്ട്, അതെല്ലാം വിശ്വാസികൾ സംഭാവന ചെയ്ത ഭൂമികളാണ്. ആ ഭൂമിയിൽ തന്നെയാണ് ഈ ഒരു കോളേജ് സ്ഥാപിച്ചത്. അപ്പോൾ 1964 അവർ ഈ കോളേജിൻ്റെ സ്ഥാപിക്കേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അതിനുള്ള മുന്നിട്ടിറങ്ങിയവരിൽ ഒരാൾ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ വികാരിയച്ഛനും ഇടവക ജനങ്ങളുമുണ്ട്. അന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന MLA ആയിരുന്ന KT തോമസ് സാറിൻ്റെ നേതൃത്വത്തിലും ഈ ഒരു അപേക്ഷയുമായിട്ട് ഗവൺമെൻറ്റിനെ സമീപിച്ചു. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി R. ശങ്കർ ആയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അപേക്ഷയുമായിട്ട് ഗവൺമെൻറ്റിനെ സമീപിക്കുന്നത്. അപ്പോൾ അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കോളേജായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുമതല അന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ഉണ്ടായിട്ടില്ല. കാഞ്ഞിരപ്പള്ളി രൂപത ഉണ്ടാകുന്ന 1977 അന്ന്
ഈ കോളേജുമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ അന്ന് കാഞ്ഞിരപ്പള്ളി ഇന്നും ചങ്ങനാശ്ശേരിയിലെത്തി കാവുകാട്ട് പിതാവിനെ പോയി കണ്ടു. പുണ്യചരിതനായ കാവുകാട്ട് പിതാവായിരുന്നു. കാവുകാട്ട് പിതാവിനെ കണ്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പിതാവ് വളരെ സന്തോഷത്തോടെ അതിന് സമ്മതം മൂളി. അപ്പോൾ വിശ്വാസികൾക്ക് ഒരു അപേക്ഷയുണ്ടായിരുന്നു. അഭിമന്യ കാവുകാട്ട് പിതാവിൻ്റെ പേരിൽ തന്നെ ഈ ഒരു അപേക്ഷ കൊടുക്കണം. അങ്ങനെ കാവുകാട്ട് പിതാവിൻ്റെ അഭ്യർത്ഥനയിലാണ് ഈ കോളേജിന് അതിനുള്ള അപേക്ഷകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. കാവുകാട്ട് പിതാവിൻ്റെ താല്പര്യത്തിലാണ് ഈ ഒരു കോളേജ് ഇവിടെ സ്ഥാപിതമാകാനായിട്ട് പോയത്. അങ്ങനെ 1965 ഈ ഒരു കോളേജ് ഇവിടെ സ്ഥാപിതമായത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വർഷം അതിൻ്റെ ഒരു വജ്ര ജൂബിലിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടായത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം മുഴുവൻ എനിക്ക് തോന്നുന്നു വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു വലിയൊരു ജനവിഭാഗം, ക്രിസ്ത്യൻ ജനവിഭാഗം താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിൽ വളരെ പ്രസിദ്ധമായ അക്കരപ്പള്ളി. ഏതാണ്ട് 575ഓളം വർഷം പഴക്കമുണ്ട്. അത് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നാമധേയത്തിലാണ് ആ ഒരു പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും 200 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ നാമത്തിൽ മറ്റൊരു ദേവാലയം കൂടെ വേണം എന്നുള്ള വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം ആ ആറിന് നേരെ മറുകരയിൽ ഇതുപോലെ സെൻറ്റ് ഡൊമിനിക്സ് എൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം കൂടെ പണിയാനായിട്ട് ഇടവന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ തലപ്പള്ളിയായിട്ട് നിൽക്കുന്നത് ഈ ഒരു ദേവാലയമാണ്. അതുകൊണ്ട് അന്നു മുതൽ ഈ കത്തീഡ്രൽ പള്ളി ഈ സ്ഥാപനം മാത്രമല്ല, ഈ പരിസരത്തെ ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാനം ഇട്ടത് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ദേവാലയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ വിശാലമായ ഏരിയയിൽ നമുക്ക് ആയിരക്കണക്കിന് അല്ല 10,000-കണക്കിന് ആളുകൾക്ക് വിദ്യ പകർന്നു കൊടുക്കാനായിട്ട് ഈ 60 വർഷം കൊണ്ട് നമ്മുടെ ഈ കോളേജിന് സ്ഥാപിക്കുകയും സാധിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ പല പ്രമുഖരും ഈ പഴമയുടെ പ്രൗഢി ചാർത്തുന്ന ഈ കോളേജിലാണ് പഠിച്ചിറങ്ങിയതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? മാധ്യമരംഗത്തും അതുപോലെ തന്നെ വിശാലമായ മേഖലയിലുള്ള, കാരണം അന്നത്തെ പശ്ചാത്തലം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് വാഴൂരിനിപ്പുറം കുമിളി വരെയുള്ള ഏരിയ, കട്ടപ്പന മേഖല, ആ ഒരു പ്രദേശത്ത് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പമ്പാവാലി അടക്കമുള്ള വലിയ വിശാലമായ ഏരിയ, കോരുത്തോട് പ്രദേശങ്ങൾ, ഇങ്ങനെ വലിയ വിശാലമായ ഏരിയയിൽ മറ്റൊരു കോളേജും ഇല്ലാതിരുന്നുകൊണ്ട് ഈ പ്രദേശത്തു നിന്ന് വളർന്നു വന്നിരിക്കുന്ന എല്ലാവരും കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലുമുണ്ട്. നീതിന്യായ വ്യവസ്ഥ, പോലീസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകൾ, കായിക രംഗങ്ങൾ, അതിലെല്ലാ മേഖലകളിലും ഒത്തിരിയേറെ ഉന്നതരെ വാർത്തെടുക്കാനായിട്ട് സാധിച്ചു. കാരണം ഈ ഒരു പ്രദേശത്തെ മലയോര മേഖലയിലെ ജനങ്ങളുടെ അവരുടെ മക്കൾ ഇന്നെവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അതിനെല്ലാം ഒരു അടിസ്ഥാനപരമായി നിൽക്കുന്നത് ഈ ഒരു കലാലയമാണ്. അത്ര വിശാലമായ ഏരിയയിലെ ആളുകളുടെ ഏക ഒരു ആശ്രയമെന്ന് പറയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഏക ആശ്രയമായിരുന്നു ഈ സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് കഴിഞ്ഞ 60 വർഷം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് മറ്റൊരു കോളേജിനെ ആശ്രയിക്കാൻ അവർക്ക് യാതൊരുവിധ സാധ്യതയുമില്ലായിരുന്നു. പിന്നെ പോകുന്നത് മുമ്പ് ചങ്ങനാശ്ശേരിയിലും അല്ലെങ്കിൽ കോട്ടയത്തുമുള്ള കോളേജുകൾ മാത്രമായിരുന്നു ഈ അടുത്ത കാലം വരെ നമുക്ക് ആകെ ആശ്രയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ വിശാലതയിലാണ് ഈ ഒരു കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസികളുടെ തന്നെ വലിയൊരു ശ്രമം ഇതിൻ്റെ അകത്തുണ്ട്. അവർ ഈ ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് പിരിവെടുത്താണ് ഈ കോളേജ് നിർമ്മിച്ചെടുത്തത്. 60 വർഷം മുമ്പ് ഇതുപോലെ ബൃഹത്തായ ഒരു കെട്ടിടം പണിതെടുക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിരിക്കണം. അത് എല്ലാ ഇടങ്ങളിൽ നിന്നും അവർ സംഭാവന ചെയ്ത് മറ്റിടങ്ങളിലെല്ലാം പോയി വിശ്വാസികളുടെ സഹായം അഭ്യർത്ഥിച്ച് അവരുടെ സംഭാവനകളും കൂടെ സ്വീകരിച്ചാണ് ഈ ഒരു വിശാലമായ ഇന്നിപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഒരു കെട്ടിടം പണിതിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ കാണാവുന്ന ഈ ഒരു വലിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് 1965 അതിൻ്റെ അടിത്തറ ഇട്ടുകൊണ്ട് നിർമ്മാണം ആരംഭിച്ചത്. അത് ആളുകളുടെ എല്ലാം കൂടെ വളരെ ക്ലേശകരമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് കാഞ്ഞിരപ്പള്ളി ഇടവ ജനത്തിൻ്റെ അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ അതിനായിട്ട് സഹകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ കലാലയം നിർമ്മിക്കാനായിട്ട് ഇടവന്നിട്ടുള്ളത്.